ഒരു ദിവസം പോലും തികച്ചില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനായിട്ട്. എന്തെങ്കിലും സാധിക്കുമോ യൂസഫ് അലിയെ കൊണ്ട്? നിമിഷപ്രിയ എത്തിപ്പെട്ട സംഭവങ്ങളും എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞാണ്. ഈ വിഷയത്തിലും അങ്ങനെ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പക്ഷെ എത്രത്തോളം ഇന്ത്യക്ക് അവിടെ നിന്നും നിമിഷപ്രിയയെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ബാക്ക്ഡോർ പൊളിറ്റിക്സ് വഴി എന്തെങ്കിലും സംഭവിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അടുത്ത ചോദ്യം. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പിട്ടും നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ നിന്ന് പോലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഫോൺ കോൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. ഇതേപോലെ ഒട്ടനേകം പേർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ജൂലൈ 16 അവസാനത്തെ ദിവസം പറഞ്ഞിട്ടുള്ളത്. ആ ദിവസത്തിന് മുമ്പ് നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളവും ഇന്ത്യയും ഇപ്പോൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയെ കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ. ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇന്ത്യൻ സുപ്രീം കോടതിയും സങ്കടം അറിയിച്ചു. ഇനി ആകെ പ്രതീക്ഷയുള്ളത് യൂസഫ് അലിയിലാണ്. പലരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സാധിക്കുമോ യൂസഫ് അലിയെ കൊണ്ട്? നമുക്ക് ആ ഒരു വിഷയത്തിൽ കൃത്യമായി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നിമിഷപ്രിയ യമൻ ജയിലിലാണ്, നമുക്കെല്ലാം അറിയാം. കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയയുടെ വിഷയം. അവിടെ ജയിലിൽ ഒരു കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. അപ്പം നിമിഷപ്രിയ എത്തിപ്പെട്ട സംഭവങ്ങളും എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞാണ്. അവിടെ ജീവിക്കേണ്ടി വന്നൊരവസ്ഥയും രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ആ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് എല്ലാം കോടതിയിൽ തെളിയിക്കാൻ നോക്കിയെനിക്കും കഴിയാതെ പോയത്. അത് ഭാഷാപരമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അവരെ സഹായിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് നിമിഷപ്രിയയെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് ഇടപെടുന്നതാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ ഈ വിഷയത്തിലും അങ്ങനെ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് നിമിഷപ്രിയയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് കേരളം മൊത്തത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ മുന്നേക്ക് വരുന്നത്. ബോബി ചെമ്മണ്ണൂരാണെങ്കിലും യൂസഫ് അലി ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുകൾ. ഇവരെല്ലാം നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നുള്ള വാർത്തയെല്ലാം നല്ല കാര്യം തന്നെയാണ്. കേവലം ഇനി ഒരു ദിവസം പോലും തികച്ചില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനായിട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പലർക്കും പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂർ രംഗത്തിറങ്ങും, അല്ലെങ്കിൽ നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരും, യൂസഫ് അലി രംഗത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളൊരു കുറെ പ്രതീക്ഷകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമൻ കോടതിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അന്ന് കുടുംബം പറഞ്ഞത് ബ്ലഡ് മണിയായിട്ട് 1 മില്യൺ റുപ്പീസ്, അതായത് 8.5 കോടി രൂപയോളം, 1 മില്യൺ 8.5 കോടി ഇന്ത്യൻ റുപ്പി 8.5 കോടിയോളം രൂപ അതിന് മുകളിൽ വരും. അപ്പം ആ തുക കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം കേസിൽ നിന്നും പിൻവലിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഇനി പ്രാവർത്തികമാകും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. അപ്പം യമൻ കോടതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം അവിടെ ആഭ്യന്തര കലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഹൂതികളുടെ ആണെങ്കിലും മറ്റ് ഒട്ടനേകം സംഘടനകളുടെ ആണെങ്കിലും വലിയ രീതിയിലുള്ള ഇന്റേണൽ കലാപം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്രത്തോളം ഇന്ത്യക്ക് അവിടെ നിന്നും നിമിഷപ്രിയയെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബോച്ചെ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് ഒമാൻ വരെ എത്തിയിട്ടുണ്ട്. യമനിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കില്ല. ഒമാനിൽ ചെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴി എന്തെങ്കിലും നടക്കുമോ എന്ന് ശ്രമിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷിരൂരിൽ അർജുന്റെ ഒരു കാണാതെ പോയൊരു സംഭവം, അല്ലെങ്കിൽ ലോറി വെള്ളത്തിലായ സംഭവത്തിലൊക്കെ ഒരു മാസത്തോളം പ്രതീക്ഷ നൽകിക്കൊണ്ടും പ്രേക്ഷകർ മുൾമുനയിൽ നിർത്തിയിരുന്നു പല മാധ്യമങ്ങളും. അതുപോലെ ഈ ഒരു അവസാന നിമിഷത്തിലും പ്രേക്ഷകർ, ഈ കാണുന്ന ആളുകളെ, ജനങ്ങളെ എല്ലാവരെയും തന്നെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞിട്ട് മാധ്യമങ്ങൾ ഈ ഒരു വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല, നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇന്റേണൽ പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ടും ബാക്ക്ഡോർ പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവും. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഈ ടേക്ക് ഓഫ് സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ആ ഒരു വിഷയമായിട്ട് നേഴ്സുമാരെ സംരക്ഷിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഖത്തറിലെ രാജാവിനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ബാക്ക്ഡോർ പൊളിറ്റിക്സ് നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിക്കാണെങ്കിലും ബാക്കി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണെങ്കിലും ഇവർക്കെല്ലാം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ വെച്ച് എന്തെങ്കിലും സംഭവിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരുടെ ആ ബാക്ക്ഡോർ പൊളിറ്റിക്സ് വഴി എന്തെങ്കിലും സംഭവിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അടുത്ത ചോദ്യം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവർ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ചാണ്ടി ഉമ്മൻ ആണെങ്കിലും ചാണ്ടി ഉമ്മൻ കുടുംബത്തോടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. കാരണം ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പിട്ടും നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ നിന്ന് പോലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഫോൺ കോൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ അമ്മയും മറിയമ്മ ഉമ്മനും എല്ലാവരും കൂടെ ഗവർണറെ കാണാൻ വേണ്ടി പോകുന്നത് നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അതിനകത്ത് പിന്നീട് കേന്ദ്ര സർക്കാർ എന്തെല്ലാം നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയയുടെ. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഇതേപോലെ ഒട്ടനേകം പേർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ച് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായി പണിയെടുപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ അടിമകളായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല ഇവർ എവിടേക്കാണ് ജോലിക്ക് പോകുന്നത്. ഇപ്പം ജോലിക്ക് പോകാൻ വേണ്ടി പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ആടുജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നജീബിന് സംഭവിച്ച ആ ഒരു വിഷയം. അപ്പം അദ്ദേഹത്തിനെ വിസ മാറി കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന അർബാബ് അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തുന്നതും അദ്ദേഹം അതിൽ നിന്നും രക്ഷിച്ചു വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോട് പുറത്ത് പറയാത്ത ഒട്ടനേകം കേസുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അവരുടെ ആക്രമണങ്ങൾ ഇതെല്ലാം സഹിച്ച് എന്തെങ്കിലും ഒരു സ്പേസ് കിട്ടി അവിടുന്ന് തലനാഴരയ്ക്ക് രക്ഷപ്പെട്ടു വന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെയാണ് നിമിഷപ്രിയ. അതെ, നമുക്കറിയാം നിമിഷപ്രിയ ആ ഒരു സമയത്ത് എങ്ങനെയാണ് യമനിൽ എത്തിപ്പെട്ടതെന്നും അല്ലെങ്കിൽ അവിടെയുള്ള ജീവിത സാഹചര്യം എന്താണെന്നും അവർക്ക് വേറെ നിവർത്തിയില്ലാതെ അവിടെ പെട്ടുപോയതാണ് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന കൊലപാതകമാണെങ്കിൽ പോലും അവർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അത്. അതിൽ നിമിഷപ്രിയ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ ഫാമിലി വിവാഹം കഴിച്ചു. വിവാഹ ശേഷം ഫാമിലി ആയിട്ട് പോകുന്നു. പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നിമിഷപ്രിയ അവിടെ നിൽക്കുമ്പോൾ നിമിഷപ്രിയയെ ഉപദ്രവിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകുകയും നിമിഷപ്രിയയുടെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ട് ഇയാളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോസ് മരുന്ന് മയക്ക് കിടത്താൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഡോസ് കൂടിപ്പോയതുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നീട് ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തുമായി ചേർന്ന് കഷ്ടങ്ങളാക്കി ആ ഒരു വിഷയത്തിലേക്ക് വന്നതുകൊണ്ടാണ്, അതായത് അത്രത്തോളം ക്രൂരമായി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയെന്ന് വന്നതുകൊണ്ടാണ് ജയിലിലേക്കും വധശിക്ഷയിലേക്കും എല്ലാം പോയത്. പക്ഷേ അതിന് ഇനി കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഇനി എന്താണ് അതിന് എടുക്കാൻ പോകുന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ജൂലൈ 16 അവസാനത്തെ ദിവസം പറഞ്ഞിട്ടുള്ളത്. ആ ദിവസത്തിന് മുമ്പ് നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളവും ഇന്ത്യയും ഇപ്പോൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും നിമിഷപ്രിയയോടൊപ്പമാണ്. കാരണം നമുക്കറിയാം ഇതേപോലെ ഒരുപാട് പേർ, നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഇതേപോലെ ഒട്ടനേകം പേർ മറ്റു രാജ്യങ്ങളിൽ ഇതേപോലെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മുടെ ഇവിടെ നിന്നും പോകുന്ന ഒരാളുടെ ജീവൻ. അത് എല്ലാ കാലത്തും ഇന്ത്യയിലെ ഒരു പൗരന്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. ആ വില 1 മില്യൺ അല്ല, അതിനപ്പുറത്തേക്കുള്ള വിലയുണ്ട് ഒരു ഇന്ത്യക്കാരുടെ ജീവന്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അവരുടെ ജീവന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം.